കിഴക്കമ്പലത്തെ സാബു മുതലാളിയും ഡൽഹിയിലെ രാജീവ് ചന്ദ്രശേഖരൻ മുതലാളിയും കൂടി കൈകോർക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയമല്ല, ഒന്നാം തരം ബിസിനസ് മർജറാണ്. 2020 BJP സഖ്യത്തിനെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പിങ്ങനെ: കോർപ്പറേറ്റ് താൽപര്യങ്ങളും വർഗീയതയും ഒരു പാത്രത്തിൽ വിളമ്പിയാൽ അത് വിഴുങ്ങാൻ ഇവിടെ ആരെയും കിട്ടില്ല. നാട്ടുകാരെ വെറും ഉപഭോക്താക്കളായി കാണുന്ന നിങ്ങളുടെ ഈ ഡീൽ രാഷ്ട്രീയം അറബിക്കടലിൽ തള്ളാൻ കേരളം തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ കളി ഇവിടെ വിലപ്പോകില്ല മുതലാളിമാരെ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ഇത് പ്രബുദ്ധമായ കേരളമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ കിറ്റിലിട്ടോ വർഗീയത കലർത്തിയോ വിലക്കെടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. രാഷ്ട്രീയത്തെ പ്യുവർ ബിസിനസ്സായി കാണുന്ന രണ്ട് മുതലാളിമാർ ഒന്നിക്കുമ്പോൾ ലാഭവിഹിതത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാനാവൂ. ഒരാൾ കിറ്റും പച്ചക്കറിയും വിറ്റ് വോട്ട് പിടിക്കാൻ നോക്കുന്നു, മറ്റൊരാൾ കോർപ്പറേറ്റ് പവറും കേന്ദ്ര സ്വാധീനവും ഉപയോഗിച്ച കേരളത്തെ വിലക്കെടുക്കാമെന്ന് മോഹിക്കുന്നു. ഇതിനെ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് വിളിക്കുന്നത് പഴയ സ്റ്റൈലാണ്. ഇതുപോലൊരു സ്ട്രാറ്റജിക് കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ മാറ്റുന്നത് പോലെ വോട്ടർമാരെയും മാറ്റാമെന്നാണ് അവരുടെ വിചാരം. തൊഴിലാളികളെ തഞ്ചത്തിൽ നിർത്തുന്നത് പോലെ വോട്ടർമാരെയും വരുതിയിലാക്കാമെന്ന് കരുതുന്ന ഈ മുതലാളിത്ത ബുദ്ധിക്ക് മുന്നിൽ കഷ്ടം എന്നല്ലാതെ എന്തു പറയാനെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.